ഗാസയിൽ നിന്നുള്ള വാർത്തകൾ എന്നും കണ്ണീരിന്റേതും യുദ്ധത്തിന്റേതുമൊക്കെയാണ്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെക്കുകയാണ്. സമാധാനത്തിന്റെ ഒരു പുതിയ കിരണം തെളിയുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാഷ്ട്രമായ ഇന്തോനേഷ്യ ഗാസയിലെ സമാധാനത്തിനായി വലിയൊരു ദൗത്യത്തിന് തയ്യാറെടുക്കുന്നു. വെറും വാക്കിലല്ല, പ്രവൃത്തിയിൽ തന്നെയാണ്. ഏകദേശം 8000 സൈനികരെയാണ് ഗാസയിലെ പീസ് കീപ്പിംഗ് മിഷനായി അയക്കാൻ അവർ റെഡിയായിരിക്കുന്നത്. ഇത് വെറും ഒരു പ്രഖ്യാപനമല്ല, ഇതിന് പിന്നിൽ വലിയൊരു പ്ലാനിംഗ് തന്നെയുണ്ട്. എന്താണ് ഗാസയിൽ സംഭവിക്കാൻ പോകുന്നത്? ഇന്തോനേഷ്യയുടെ ഈ നീക്കം യുദ്ധത്തിന്റെ ഗതി മാറ്റുമോ? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. റീസെന്റായി നടന്ന ഗ്ലോബൽ ഉച്ചകോടികളിലും മറ്റ് ഡിപ്ലോമാറ്റിക് മീറ്റിംഗുകളിലുമാണ് ഇന്തോനേഷ്യ തങ്ങളുടെ ഈ ഒരു സന്നദ്ധത അറിയിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ മാൻഡേറ്റ് ഉണ്ടെങ്കിൽ ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ തങ്ങളുടെ 8000-ഓളം വരുന്ന ട്രൂപ്പുകളെ അയക്കാൻ അവർ തയ്യാറാണ്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയന്തോയാണ് ഈ നിലപാട് ലോകത്തിന് മുന്നിൽ വെച്ചത്. ഗാസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം അവസാനിപ്പിക്കാൻ ഒരു ഹ്യൂമാനിറ്റേറിയൻ ഇന്റർവെൻഷൻ അനിവാര്യമാണെന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കാം, എന്തുകൊണ്ട് ഇന്തോനേഷ്യ എന്ന്? പീസ് കീപ്പിംഗ് മിഷനുകളിൽ വലിയ ഹിസ്റ്ററിയുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും UN ദൗത്യങ്ങളിൽ ഇന്തോനേഷ്യൻ സൈനികർ മികച്ച രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രൊഫഷണൽ ആർമിയെ ഗാസയിലേക്ക് അയക്കാൻ അവർക്ക് കെൽപ്പുണ്ട്. ഇതുകൂടാതെ ഇസ്രായേലുമായി നേരിട്ട് നയതന്ത്ര ബന്ധങ്ങൾ ഇല്ലാത്ത രാജ്യം കൂടിയാണ് ഇന്തോനേഷ്യ. അതുകൊണ്ട് തന്നെ പലസ്തീൻ ജനതയ്ക്ക് അവരിൽ വലിയ വിശ്വാസവുമുണ്ട്. മെഡിക്കൽ ടീമുകളെയും എഞ്ചിനീയറിംഗ് യൂണിറ്റുകളെയും ഒപ്പം സെക്യൂരിറ്റി ഫോഴ്സിനെയും അയക്കാനാണ് നിലവിലെ പ്ലാൻ. പക്ഷേ കാര്യങ്ങൾ അത്ര സിമ്പിൾ അല്ല. ഇതിനു മുന്നിൽ ചില വലിയ കടമ്പകളുണ്ട്. ഏറ്റവും പ്രധാനം ഇസ്രായേലിന്റെ നിലപാടാണ്. ഗാസയിൽ ഒരു വിദേശ സൈന്യം വരുന്നത് ഇസ്രായേൽ അംഗീകരിക്കുമോ എന്നത് കണ്ടറിയണം. പ്രത്യേകിച്ചും ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്ന ഇസ്രായേലിന് ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സ് അവിടെ വരുന്നത് തങ്ങളുടെ മിലിറ്ററി ഓപ്പറേഷന് തടസ്സമാകുമോ എന്ന പേടിയുണ്ടാകാം. രണ്ടാമത്തെ കാര്യം, ഇത് വെറും ഒരു സെക്യൂരിറ്റി മിഷൻ മാത്രമല്ല. തകർന്നടിഞ്ഞ ഗാസയെ പുനർനിർമ്മിക്കുക എന്ന വലിയ ടാസ്ക് കൂടിയാണ് ഈ ടീമിനുണ്ടാകുന്നത്. 8000 സൈനികർ എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ നമ്പർ അല്ല. അവർക്ക് വേണ്ട ലോജിസ്റ്റിക് സപ്പോർട്ടും ഫണ്ടിങ്ങും ആര് നൽകുമെന്നതും വലിയ ചോദ്യമാണ്. ഇന്തോനേഷ്യയും പലസ്തീനും തമ്മിലുള്ള ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 1945-ൽ ഇന്തോനേഷ്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ അവരെ ആദ്യം അംഗീകരിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് പലസ്തീൻ. അന്ന് തുടങ്ങിയ ആ കടപ്പാട് ഇന്തോനേഷ്യൻ ജനത ഇന്നും മറന്നിട്ടില്ല. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ജീവിക്കുന്ന, അതായത് ജനസംഖ്യയുടെ ഏകദേശം 87% ഇത്രയും മുസ്ലിങ്ങൾ ജീവിക്കുന്ന രാജ്യമെന്ന നിലയിൽ പലസ്തീനിലെ ഓരോ ദുരന്തവും തങ്ങളുടെ സ്വന്തം കുടുംബത്തിൽ നടക്കുന്ന ഒന്നായിട്ടാണ് ഇന്തോനേഷ്യക്കാർ കാണുന്നത്. നമ്മുടെ പലസ്തീനിയൻ സഹോദരങ്ങൾ എന്നാണ് അവർ എപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം ഇന്തോനേഷ്യൻ ഗവൺമെന്റ് ഇതിനോടകം തന്നെ തങ്ങളുടെ സൈനികർക്ക് പ്രത്യേക ട്രെയിനിങ് നൽകി തുടങ്ങിയതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഗാസയിലെ ഫീൽഡ് ഹോസ്പിറ്റലുകൾ മാനേജ് ചെയ്യാനും ഭക്ഷണവും മരുന്നും കൃത്യമായി എത്തിക്കാനും ഇവർക്ക് സാധിക്കും. ജോർദാൻ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളുമായി ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കാനാണ് ഇന്തോനേഷ്യ ലക്ഷ്യമിടുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ നീക്കത്തെ എങ്ങനെ കാണുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇതിന്റെ ഫൈനൽ ഔട്ട്കം. ശരിക്കും ഈ നീക്കം വിജയിക്കുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ മുസ്ലിം രാജ്യങ്ങളുടെ സ്വാധീനം വർദ്ധിക്കും. വെസ്റ്റേൺ കൺട്രീസിന് മാത്രം വിട്ടുകൊടുക്കാതെ ഏഷ്യൻ രാജ്യങ്ങളും ഈ പ്രശ്നത്തിൽ ആക്റ്റീവായി ഇടപെടുന്നു എന്നതിന്റെ തെളിവാണിത്. പലസ്തീൻ ജനതയ്ക്ക് ഇതൊരു വലിയ ആശ്വാസമായിരിക്കും. കാരണം ഭക്ഷണത്തിനും ചികിത്സയ്ക്കുമായി അവർ അലയുന്ന കാഴ്ച ലോകത്തിന് ഇനിയും കണ്ടു നിൽക്കാൻ കഴിയില്ല. ചുരുക്കത്തിൽ ഇന്തോനേഷ്യയുടെ ഈ ഓഫർ ഗാസയിലെ ദുരിതബാധിതർക്ക് ഒരു വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. വെറും മിലിറ്ററി പവർ മാത്രമല്ല, ഒരു സഹോദര രാജ്യം എന്ന നിലയിലുള്ള കരുതൽ കൂടി ഇതിലുണ്ട്. എന്നാൽ ഐക്യരാഷ്ട്രസഭയും ഇസ്രായേലും ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നതാണ് ഇനി കാണേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.